ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് വീട്ടിൽ. LKG കൂടെ പഠിച്ചതാണ്, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് എൻ്റെ കൂട്ടുകാരൻ. LKG കൂടെ പഠിച്ചതാണ്. ഞങ്ങൾ ഒരു ബെഞ്ചിലാണ് കൂടെ പഠിച്ചത്. ഫ്രണ്ട്സ്, അപ്പൊ ഇവന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇവന്റെ പേരാണ് മഹാദേവൻ. വലിയ കുഴപ്പമുണ്ടാടാ? സോ ഹലോ ഗൈസ്, ഞാൻ ഇവൻ പറഞ്ഞ പോലെ മഹാദേവനാണ്. LKG തൊട്ട് പഠിച്ചു തുടങ്ങിയാണ് ഗൈസ്. ഇവന്റെ സൈക്കിൾ ഒരു പോക്ക് കേസാണ്. ആദ്യം തന്നെ പറയാനുള്ളത് ഇവന്റെ ചെയിനെ പറ്റിയാണ്. ഇതെന്തൊരു ചെയിൻ? ഇത് ലൂസായി കിടക്കണം. ഇപ്പൊ ടൈറ്റ് ചെയ്തു കൂടാ എനിക്ക്? നിന്റെ സൈക്കിൾ തന്നെയല്ലേ, ഞാൻ കയറി ഓട്ടിക്കണം എന്നല്ലേ ഉള്ളൂ, നിന്റെ വേറെ തന്നെയല്ല. പിന്നെ ഗൈസ്, അടുത്തത് പറയാനുള്ളത് കറക്റ്റ് ആയിട്ട് പറയാനെങ്കിൽ ഇവന്റെ ബാക്ക് ബ്രേക്ക് തേരിയില് പിടിച്ചാൽ മാത്രമേ ബ്രേക്ക് ആവുള്ളൂ. ഇറക്കത്തി പിടിച്ച ഒട്ടും ബ്രേക്ക് ആവൂല. ഞാൻ ഇന്നലെ പോയി നാണം കെട്ട്. നിന്റെ സൈക്കിൾ ഇതിനെക്കാട്ടി ഷോക്ക് അല്ലേടാ? അല്ല, എന്റെ സൈക്കിൾ കുറച്ചും കൂടെ നന്നായിട്ട് ഓടും. ബ്രേക്ക് പിടിച്ചാ പിടിക്കും, തുരുമ്പല്ല. നീ ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് ഓട്ടിച്ച് കാണിച്ചാടാ. കേറാ ശരിയാക്കിക്കോട്ടെ. അയ്യേ. സോ ഗൈസ്, ഗൗരിശങ്കർ നല്ല പണിയെടുക്കുകയാണ് ആത്മാർത്ഥതയോടെ. ഗൈസ്, ഞാൻ മഹാദേവയാണ്. ഇവനൊന്ന് സൈക്കിൾ പഠിപ്പിക്കാൻ പറഞ്ഞതാണ്. ഇവന് നേരെ ഓട്ടിക്കാനും പറഞ്ഞിട്ടോ. എന്നിട്ടാണ് എന്നെ പറയണത്. എനിക്ക് ഓട്ടിച്ചാണ് ഇറ. അയ്യ, കണ്ടോ ഗൈസ്, ഓട്ടിക്കാൻ അറിഞ്ഞൂടാ കൊച്ചു പുള്ള. എടാ ഓട്ടിച്ച് വാടേ, എന്തേടാ? ഓടാ. എനിക്കൊന്നും പറയാനില്ല, നല്ല പിള്ള. ഫ്രണ്ട്സ്, അപ്പൊ കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ ഡേ ഇൻ ലൈഫ് ചെയ്തിരുന്നു. അതിൽ ഞാൻ തക്കാളി നടുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ആ തക്കാളി ഇപ്പൊ വലുതായി, പൂവൊക്കെ വരാറായി. ഇനി ഈ പൂവ് വിരിഞ്ഞ ശേഷം കായൊക്കെ വരും. ഞാൻ മഹാദേവയാണ്. എനിക്കിതിന് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇവന്റെ ബ്രില്യൻസ് കാണണം. ആദ്യം വാഴയുടെ ഇപ്പുറത്താണ് തക്കാളി നട്ടിരിക്കണത്. ബ്രില്യൻസ് അതിനെപ്പറ്റി എന്തിനു പറയാനുണ്ട്? നീ വലിയ നട്ടിട്ടുണ്ടാടാ? അത് പറയില്ല. ഞാൻ എന്തെങ്കിലും നടണമെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ നടൂല. ഞാൻ നട്ടിട്ട് കുറച്ച് വളർന്നിട്ടൊക്കെ ഉണ്ട്. നിന്നെ പോലെ ഒന്നും അല്ല. ഞാൻ നട്ടാ നോക്ക്, ഇവിടെ ചുമ്മാ കിടന്നതാ. ഇതിന്റെ എത്ര ചുമ്മാ കടന്ന് മുളവാണ് ഇതിന്റെ എത്രയുള്ളത്. ഞാൻ നട്ടുണ്ട ഇത്രയും. എന്തത്? അതാണ് മുളവ്. കാന്തരി അല്ല, കണ്ടിട്ട് തോന്നല്ല, അതുകൊണ്ട് ചോദിച്ചു. കൊള്ളാം. പിങ്ക് കളർ താമരയും വെള്ള കളർ താമര വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി അതില് മൊട്ട് വരുന്നുണ്ട് ആ വെള്ള താമരയില്. ഇതാണല്ലേ കിടന്ന് വിളിക്കണത്. ഹലോ ഗൈഷ്, അപ്പൊ ഇവന്റെ വീട് നന്നായിരുന്നു ഗൈഷ്. അപ്പോഴത്തേക്കും നമുക്ക് ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റ് വേണ്ടത് നമ്മൾ. അപ്പൊ ഇവിടെ ഗൗരിശങ്കറിന്റെ ഗാർഡനിങ് ആണ് കാണിച്ചു തരുന്നത്. പേരിലെ യൂട്യൂബിലെ ടൈറ്റില് പോലെ തന്നെയാണ്, ഗൗരിശങ്കർ ഗാർഡനിങ്സ് ആണ് മൊത്തവും. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എടാ, ഓരോന്നായിട്ട് പറ. കിസ്സാണ് പറഞ്ഞു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ചെറുതിലെ കൊണ്ട് നട്ടതാണ്, ഇത്രയൊക്കെ വലുതായുള്ളൂ. കണ്ട, വേരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി കണ്ടിട്ടില്ല. പിന്നെ ഭയങ്കര എളുപ്പമാണ്. ഇത് ചെറുപയറാണ്, ചെറുപയറിന്റെ തൈയാണ്. ഞാൻ അന്ന് പ്രാവിനൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. പ്രാവിനൊക്കെ കൊടുത്തതിന്റെ ബാക്കി എടുത്ത് ഇട്ടപ്പോ തനി പൊടിച്ചതാണ്. പിന്നെ അടുത്ത് ഇതും ഒരു കത്തിരിക്കയാണ്. തനി ഇവിടെ കടന്ന് പൊടിച്ചതാണ് കത്തിരിക്ക. പിന്നെ വരുന്നത് ഇവിടെ ഒരു കീര ഇതുണ്ട്. കീര അത് തനിയെ തന്നെ പൊടിച്ചതാണ്. ഇത് കീര. പിന്നെ ഉള്ളതെന്ന് വെച്ചാ ഗൈസ്, പിന്നെ അവിടെ മുളകും കൂടെ ഉണ്ട് ഗൈസ്, കാന്താരി മുളക്. അതും ഞാൻ അന്ന് നട്ടത് തന്നെയാണ്. ഉപ്പിലൊക്കെ ഇടും അത്. പിന്നെ ചോറ് കഴിക്കുമ്പോൾ അതൊക്കെ എടുക്കും, ഉപ്പിലിട്ട. ഇത് ഉപ്പിൽ ഇട്ട് പിന്നെ ഞാൻ അന്ന് ഇന്നലെ മീനിനൊക്കെ മാറ്റിയിട്ടിരുന്നു. അതിനിപ്പോ ആഹാരമൊക്കെ കൊടുത്ത് കാണിച്ചു തരാം. സോ ഗൈസ്, മീൻതോട്ടുള്ള ഒരു വഴി നല്ല കഠിന വഴിയാണ്. എങ്ങനെ പോണമെന്ന് അവൻ പറഞ്ഞു തരും. പാർക്കോർ മാസ്റ്റർ ആയി.
അയ്യോ കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഓരോരോ ചെറിയ മീൻ. ഇത് ഏത് മീൻ? ഗപ്പി. ഗപ്പി. സോ ഗൈസ് അതിന്റെ നടുക്കൊരു മണ്ണ് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതിന്റെ ചുറ്റും പായല് കുപ്പിയായിരുന്ന ഞാൻ ഗ്ലാസ് എന്നാണ് വിചാരിച്ചത്. അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഭംഗിയോടെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു കണ്ടോ പായലൊക്കെ വെച്ചിരിക്കുകയാണ്. ഒന്നും നേരെയാവൂല എനിക്ക്. നാച്ചുറൽ ആയിട്ട് പുളിഞ്ചിക്ക മരം. പിന്നെ എന്തുണ്ട്? പിന്നെ ഗൈസ് ഇവൻ വേറെ വേറെ ഗാർഡനിങ് ഒക്കെ ചെയ്യാറുണ്ട്. ജാമ്പക്ക മരം. പിന്നെ ജാമ്പയ്ക്ക ഉണ്ട്. പിന്നെ നാരകം. ഇത് നാരകമാണ് ഗൈസ്. ഇതിലേക്ക് നാരകം പിടിച്ചിട്ടില്ല, പക്ഷെ പൊട്ടിച്ച് കാപ്പിയിലൊക്കെ ഇടാം കണ്ടോ. പിന്നെ ഗൈസ് അവിടെ ആന മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പഴുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്. ഇത് ഗൗരീശങ്കറിന്റെ വീട്ടിലത്തെ പട്ടിയാണ്. പട്ടി പേരെന്താ? എന്തോന്ന്? കല്ലുവാ. പട്ടിയുടെ പേരാണ് ഗൈസ് കല്ലു. സോ ഗൈസ് ഞാൻ അത്ര അടുത്ത് പോകുന്നില്ല. കടിക്കൂലേ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കല്ലൂര സൗന്ദര്യം. ഗൈസ് കണ്ടല്ലോ, ഞാൻ പോണേ. ബൈ.